ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക അപ്പച്ചെമ്പിലേക്ക് ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് തണുത്തതിന് ശേഷം പീസുകളാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ എല്ലാ നെല്ലിക്കയും അതുപോലെ കുരു കളഞ്ഞ് പീസുകളാക്കി മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു കടായി എടുത്തു വെച്ചു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ തന്നെ ഒരു 5-10 കുരുമുളക്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടുക്. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കണം. ആ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കുത്തിയെടുക്കണം. അപ്പം നന്നായിട്ട് മീൻസത്തിൽ പൊടിച്ചെടുക്കണ്ട, നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് നെല്ലിക്ക ഞാൻ പുഴുങ്ങാതെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് മുഴുവനായിട്ട് ഇടാം. അപ്പോൾ അത് വീഡിയോ കൂടി കാണിച്ചു തരാം. പിന്നീട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് അല്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാക്കി എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാക്കാൻ എടുത്തു വെച്ചു. അപ്പം നെല്ലിക്കയിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ച നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എത്ര പോരെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഭരണിയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റൗവിൽ കടായി വെച്ച് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിതിനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം, ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ. അപ്പം അതിങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റ് ആയി വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഏകദേശം നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കേ കൂടെ കണ്ട കീറ് വന്നിട്ട് 4 ഭാഗത്തേക്കൂടെ, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നെല്ലിക്ക കുറേ നാൾ ഈ അച്ചാർ നിൽക്കും കേട്ടോ, ചീത്തയായി പോവില്ല. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. കടായിക്ക് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് ആ ചൂടിൽ വെച്ച് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരും. അപ്പോൾ അങ്ങനെ ഇത്ര ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ അതിന് ശേഷം ഒന്ന് സ്റ്റൗ കത്തിച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതും തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഭരണിയിലേക്ക് ആക്കാൻ പാടുള്ളൂ, ചൂടോടെ ആക്കരുത്. അപ്പോൾ വെള്ളപ്പറ്റൊന്നുമില്ലാതെ നല്ല ഉണങ്ങിയ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ആക്കിയ അച്ചാർ വേറൊരു ഡബയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒഴിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.